നിയമപാലനത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നവർ നേരിടുന്ന തൊഴിൽ സമ്മർദ്ദങ്ങളും വെല്ലുവിളികളും തുറന്നുകാട്ടി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ശില്പശാല. പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന തൊഴിൽപരമായ പ്രതിസന്ധികളും അവയ്ക്കുള്ള ശാസ്ത്രീയമായ പരിഹാരങ്ങളും കണ്ടെത്തുക എന്നതാണ് ശില്പശാലയുടെ പ്രധാന ലക്ഷ്യം. ശില്പശാലയുടെ ഭാഗമായി നടന്ന ഓപ്പൺ ഫോറത്തിൽ റിപ്പോർട്ടർ ചാനൽ കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതിയും സംവദിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന തൊഴിൽപരമായ പ്രതിസന്ധികളും അവയ്ക്കുള്ള ശാസ്ത്രീയമായ പരിഹാരങ്ങളും കണ്ടെത്തുന്നതിനായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ശില്പശാലയുടെ ഭാഗമായി നടന്ന ഓപ്പൺ ഫോറം ഇന്റലിജൻസ് വിഭാഗം ADGP P. വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ്, അത് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമായിരുന്നാലും അതിലും മറ്റ് സന്നദ്ധ ഏജൻസികൾ എടുത്തു നോക്കിയാലും ഇതര സംസ്ഥാന പോലീസുകളെ എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകാൻ നിന്നുകൊടുക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള ഒരു ക്രെഡിറ്റ് എന്തായിരുന്നാലും കേരള പോലീസിനുള്ള. നാളെയുടെ കേരള പോലീസ് എന്ന വിഷയത്തിൽ റിപ്പോർട്ടർ ചാനൽ കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതിയും സംവദിച്ചു. പോലീസുകാർ എന്ന് പറയുന്നത് അവരും മനുഷ്യരാണ്, നമ്മളെ പോലെ എന്ന് പൊതുസമൂഹം മനസ്സിലാക്കിയാൽ അവർക്കും പ്രശ്നങ്ങളുണ്ട് നമ്മളെ പോലെ. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. എന്നെ പോലെ തന്നെ വികാരങ്ങളും വിചാരങ്ങളും പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ മുന്നിൽ കാണുന്ന ഓരോ പോലീസുകാരനുമെന്ന് പൊതുസമൂഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെയുള്ളൂ. ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശൻ, മുൻ അഡീഷണൽ ഗവൺമെന്റ് ലീഡർ KO അശോകൻ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് SN രഘുചന്ദ്രൻ നായർ തുടങ്ങിയവരും ഓപ്പൺ ഫോറത്തിന്റെ ഭാഗമായി. സേനയെ കൂടുതൽ ജനസൗഹൃദമാക്കുന്നതിനും ഔദ്യോഗിക കൃത്യനിർവഹണങ്ങളിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനുമുള്ള സുപ്രധാന നിർദ്ദേശങ്ങളും ശില്പശാലയിൽ ചർച്ച ചെയ്തു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.